എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനം എത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇവിടെ ഒരുത്തൻ താഴെ പോകാൻ വേണ്ടി എന്തോ പഞ്ചാര അടി തന്നെ. അവൻ്റെ കാല് ഷൂ ഇട്ട് ഇങ്ങനെ ഇച്ചിരി ഒന്ന് ഇങ്ങനെ പൊട്ടി കുമ്മിളിച്ച് വരുമല്ലേ, ഉച്ചയ്ക്ക് അത് തന്നെത്താൻ അത് കുത്തി പൊട്ടിച്ച്. ഇപ്പം പോട്ടെ, ഞാൻ പറയും പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ല ഞാൻ പോട്ടെ, ഞാൻ സ്ട്രോങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്നാ നീ പൊയ്ക്കോന്ന് പറയണേ. എൻ്റെ അടുത്ത് പറയാം ഇവിടെ ഇരിപ്പുണ്ട്. മമ്മിയുടെ കൂട്ടൊരു മമ്മി ആർക്കും കിട്ടത്തില്ല, നല്ല മമ്മിയാണ്. ഞാൻ പറഞ്ഞ കാര്യം സാധിക്കാൻ നീ ഭയങ്കര പഞ്ചാരടിയാണ്. അല്ലാത്ത നിന്റെ കാര്യം നടക്കാൻ വേണ്ടി നീ പറഞ്ഞു മമ്മിയുടെ കൂട്ടൊരു മമ്മി വേറെ ഇല്ലോ. आप खाना बनाते हो, आप मेरे को ऐसा खाना बनाती हो. ആ എല്ലാ മമ്മിമാരും എല്ലാ മക്കൾക്കും ആഹാരം ഉണ്ടാക്കി अरे वो बोला का मम्मी है ना पराठा चपाती देते हो, आप क्या वैरायटी देते हो. ആ കാലിന് വന്നിട്ട് എനിക്ക് വേദന എടുക്കുന്നെന്ന് എന്നോട് പറയാമെങ്കിൽ എനിക്കൊന്ന് തടവിത്താ, എനിക്കൊന്ന് കാൽ പ്രസ് ചെയ്താ. मेरे इधर नहीं हो रहा, स्किन नहीं हो रहा. അപ്പം അവിടെ പ്രൈസമ്മോൻ്റെ യൂത്ത് മീറ്റിങ്ങിൻ്റെ അല്ല പ്രൈസമ്മോൻ്റെ മോടെ പൂൾമോൻ്റെ യൂത്ത് മീറ്റിങ് 5, 6, 7. അപ്പം ഓൺലൈനിൽ കൊയർ പ്രാക്ടീസ് നടക്കുക. ചിലപ്പം ഗിറ്റാറിൻ്റെ സൗണ്ട് വരുമായിരിക്കും. അപ്പം ഞാൻ ഇന്നൊരു പാട്ട് പാടാമെന്നും പറഞ്ഞ് വന്നെയാണ്. നോക്കട്ടെ, സൗണ്ട് ഉണ്ടെങ്കിൽ പാടുന്നില്ല, ഇല്ലെങ്കിൽ പാടാം. നിൻ സ്നേഹം മാധുര്യം അതു ആവർണനീയം, പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോൻ. നിൻ സ്നേഹം മാധുര്യം അതു ആവർണനീയം, പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോൻ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. എൻ ജീവൻ ശൂന്യമായി മാരുഭൂസമാനമായി തങ്കരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോൻ. എൻ ജീവൻ ശൂന്യമായി മാരുഭൂസമാനമായി തങ്കരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോൻ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഇത്രയും മതിയേ. ഇഷ്ടപ്പെടാത്തവർ അങ്ങ് സ്കിപ്പ് അടിച്ചു പോകേരെ. ഓക്കെ, ഞാൻ ഇരുത്തിയതാ. അവിടെ ഭയങ്കര പാട്ടൊക്കെ കേൾക്കുന്നു. നോക്കട്ടെ. എന്തോ പഠിക്കുവാടാ? പിന്നെ കിടന്നിങ്ങനെ അങ്ങ് പാട്ട് പാടുന്നത്. ഇവിടെ വന്ന് ചേറയിരി. അങ്ങനൊന്നുമില്ല, ഇവിടെ വന്നിരി. സ്കൂളിൽ രാവിലെ തൊട്ടിരിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ കിടന്ന് പഠിക്കണ്ട. ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അകത്ത് പോയി ഉള്ളിയൊക്കെ അരിയാൻ പോയ. അന്നേരം ഞാൻ ഈ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇച്ചിരി നേരം കഴിയാതെ അന്നേരം തന്നെ പറയുവാണെങ്കിൽ കുറച്ച് സൗണ്ട് കട്ടാവും, ബ്രേക്കായിട്ടേ കേൾക്കത്തുള്ളൂ.
അപ്പം ഞാൻ ചെന്ന് നോക്കിയോണ്ടേ ഭയങ്കര പാട്ട്. അപ്പം ഞാൻ ഇങ്ങ് പോരുന്നു. പിന്നെ ഞാൻ ഇന്ന് എനിക്ക് അങ്ങനെ ഒന്നും കറിയൊന്നും വെക്കണം. ഇന്നലത്തെ കറിയും ചോറിനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു മുട്ടക്കറി വയ്ക്കാമെന്ന് വെച്ച് ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് പൊട്ടിച്ച്. അപ്പം ഞാൻ പൊളിച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇത്. അപ്പോൾ അതൊന്ന് കീറി ഇട്ടിട്ടുണ്ട്. അതാ ഇച്ചിരി പൊളിച്ചിങ്ങനെ ആ ഡബ്ബയിൽ ഞാൻ വിട്ടിരുന്ന ഇച്ചിരി വെള്ളമായുണ്ട്. അതാണ് ഇങ്ങനെ മാലപ്പടക്കം പോലെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊരു 2-3 സവാള, മീഡിയം സൈസിലെ സവാളയും ഉരുളൻകിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നല്ല കറിക്കൊരു കൊഴുപ്പും ഒരു ടേസ്റ്റും എല്ലാം കൂടെ കിട്ടും. അപ്പം ഞാനൊരു 2-3 ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലൊന്നിട്ടാൽ അതിൻ്റെ ഒരു സ്റ്റാർച്ചൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അത് പോകാൻ എന്നിട്ട് കഴുകി വാരി ഇതിലോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി നേരം ഒന്ന് അടച്ചൊക്കെ കൊടുക്കാം. അപ്പം ചട്ടിയാകുമ്പോൾ ഞാൻ തീ ചിലപ്പം കൂട്ടും കുറയ്ക്കും, അങ്ങനെയൊക്കെയാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ചട്ടിയാണെങ്കിലും അല്ലാത്ത പാത്രമാണെങ്കിലും ഞാൻ ചിലപ്പം തീ ഇടയ്ക്ക് കൂട്ടും കുറയ്ക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉള്ളിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ പ്രൈസിന് സ്കൂളിൽ അവരുടെ വലിയ പിള്ളേരുടെ സ്പോർട്സ് ഡേ നടക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരു ദിവസം അവധിയാണ്. അപ്പം അങ്ങനെയുള്ള ദിവസം അവധി കൊടുക്കുമ്പോഴാണ് എനിക്ക് ഞാനീ പറയുന്ന സാറ്റർഡേ അവർ ചിലപ്പം വെക്കും. നമ്മളൊരു സാറ്റർഡേയാണ് നോക്കിയിരിക്കുന്നത്. അന്നേരം ഇങ്ങനെങ്ങാണ് അവർ അവധി കൊടുക്കുവാണെങ്കിൽ സാറ്റർഡേ ദിവസം ഇവർ ക്ലാസ് എടുക്കും. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇപ്പം തീ കുറച്ചിട്ട് അതൊന്ന് അടച്ചിട്ടെ. അന്നേരം ചട്ടിക്ക് നല്ല ചൂടായിട്ട് കിടന്ന് പെട്ടെന്ന് അതൊന്ന് വഴന്ന് കിട്ടും. അപ്പം ഞാനിതിലേക്കൊരു വലിയതാണെങ്കിൽ ഒരു 2 ടൊമാറ്റോ, ഇതിപ്പം ചെറുതൊക്കെ ആയതുകൊണ്ട് ഒരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഇതിലോട്ട് അരിഞ്ഞ് ചേർത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ അതിലിട്ട് ഒന്ന് കുറേ കൂടെ ടൊമാറ്റോയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടെ. ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് രാവിലെ വന്ന് എടുത്തായിരുന്നു. അപ്പം ഞാൻ അടുക്കളയിൽ നിന്നാണ് ആ പെങ്കൊച്ച ആക്റ്റീവായി ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ട്. രാവിലെ ഫാസ്റ്റിങ് അങ്ങനെ നോർമൽ ചെക്കപ്പാണ്, ഫാസ്റ്റിങ് ഒക്കെ ചെയ്യാൻ വന്നു. HbA1c ഒക്കെ. ഇപ്പോൾ ഉച്ചയ്ക്ക് മീൻസ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊച്ച് വീണ്ടും വരിക. ഇങ്ങനെ അടുക്കളയിൽ നിന്ന് വെളിയിലോട്ട് നോക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില ഉപകാരങ്ങളുണ്ട്. ഒരിച്ചിരി കൂടെ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. എൻ്റെ ഇറച്ചിക്കൂട്ട് തീർന്നു, ഗരം മസാലയിൽ പൊടിക്കണം. സ്വല്പം കുരുമുളക് പൊടിയും കൂടെ കുറച്ച്. ആ മസാലയൊക്കെ ഇനിയൊന്ന് വേവട്ടെ. ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ അങ്ങ് കുറച്ചേക്കും. അപ്പം റീച്ചാൻ കൊണ്ടുവന്ന പാളയംകോടൻ പഴം, ഇവിടെ എനിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഡാഡി ഞാനും കഴിക്കുന്നത്. എൻ്റെ മാപ്പിള കൈ കൊണ്ട് തൊടത്തില്ല. പിള്ളേർ പിന്നെ നിർബന്ധിക്കുവാണെങ്കിൽ എനിക്കും വേണ്ടി ഒരെണ്ണം തിന്നും. ഇത് ഞാൻ അങ്ങോട്ട് കഴിവതും കഴിക്കണ്ടെന്ന് നോക്കിയാലും അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഒരെണ്ണം എടുക്കും. ഇങ്ങനെ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം ഈ പാളയംകോടൻ പഴം. ഇതിവിടെ എപ്പോഴും കിട്ടത്തില്ല, ചില സമയങ്ങളിലേ കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ ഇസ്തിരി തുണി, അയൺ ചെയ്ത തുണി വാങ്ങിക്കുന്ന ഈ പച്ചക്കറി മാർക്കറ്റിൻ്റെ അവിടെ ഇത്. അപ്പം ബൈ ചാൻസ് റേച്ചാൽ അവിടെ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. അന്നൊരു ദിവസം കണ്ടോണ്ടേ എനിക്ക് കൊതിയാന്നും പറഞ്ഞ ആൾ കുറേ ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞ് ചോദിച്ചിട്ടേ കൊണ്ടുവരാവേത്. അത് പിന്നെ ഇപ്പോൾ വിളിച്ച് ചോദിക്കും എത്ര വേണമെന്ന്. ഇതിവിടെ ഒരു ഡസൻ ഇത് 30 രൂപയുള്ളെന്നുള്ളതാണ്. എനിക്ക് ഈ പഴം ഉണ്ടെങ്കിൽ ഉപ്പുമാവ്, പുട്ട് ഇതൊക്കെ അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സവാള ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ ചില കറികൾക്ക് സാമ്പാർ, ഇങ്ങനെയുള്ള ഉള്ളിക്കറി, കടലക്കറി ഇതിലൊക്കെ ഇച്ചിരി തിക്നെസ്സിന് വേണ്ടി കടലമാവ് ചേർക്കാറുണ്ട്. അത് ഒത്തിരി ചേർക്കത്തില്ല, ഒത്തിരി ചേർത്താൽ ചിലപ്പോൾ കടലമാവിൻ്റെ ഒരു ഇത് വരും. 1 ടീസ്പൂൺ അങ്ങനെ കാണാൻ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു തിക്നെസ് കിട്ടും.
ആക്ച്വലി പ്രൈസൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ മുട്ടക്കറി ഉണ്ടാക്കിയത്. പിള്ളേരൊക്കെ വീട്ടിലുള്ളപ്പോഴാണ് ഞാൻ കൂടുതലും മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഇന്ന് ആശാൻ എന്തോ പറ്റിയോ എന്തോ ചപ്പാത്തി ഞാൻ കൊടുത്തിട്ട് ആ മുട്ടയും പകുതി അന്ന് അവനൊരു ഇച്ചിരി ചില സമയത്ത് അവന് ഒരു ഇത്തിരി പെട്ടെന്ന് ഒരു ബോഡി ടെമ്പറേച്ചർ പോലെ വരും. എന്തോ ആണെങ്കിലും ആ മുട്ട പകുതിയേ കഴിച്ചുള്ളൂ. ഞാൻ പറയുന്ന മുട്ടയിലും തിന്നുന്നു, ഒരിക്കലും അങ്ങനെ മുട്ട അവൻ മാറ്റി വെക്കുന്നതല്ല. അപ്പോഴേ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രിയിൽ കുഴപ്പമില്ലായിരുന്നു. പിള്ളേർക്ക് എന്തെങ്കിലും നമുക്ക് എത്ര അസുഖമാണെങ്കിലും നമ്മളത് വകവയ്ക്കുന്നത് കുഴപ്പമില്ല, നമ്മളത് അത്ര അങ്ങോട്ട് ഗവനിക്കത്തില്ല. പക്ഷേ പിള്ളേർക്ക് ഒരു ഇച്ചിരി എന്തെങ്കിലും വന്നാൽ നമുക്ക് ടെൻഷനാണ്. പിള്ളേർക്കാണെങ്കിലും റീച്ചാനാണെങ്കിലും അപ്പച്ചനാണെങ്കിലും വന്നാൽ എനിക്ക് ടെൻഷനാണ്. അവർക്ക് രണ്ടുപേർക്കും അപ്പച്ചനും പ്രൈസം മോനും കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഇച്ചിരി മോരുകറി ഉണ്ടാക്കാൻ തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു. അതിപ്പം അടപ്പത്ത് വെച്ച് ഇങ്ങനെ ആവി പോലെ വന്നോണ്ടേ ഞാൻ പിന്നെ അതിൽ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോരുകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അയലക്കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ വെട്ടി മസാല പുരട്ടി വെച്ച് കുറച്ചുകൂടെ കഴിഞ്ഞത് ഉച്ചക്കത്തേക്കിന് വേണ്ട. ഇനി ഇവരുടെ ചപ്പാത്തിയൊക്കെ കഴിച്ചില്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞ് അതൊന്ന് വറുത്തെടുക്കണം. അത് മസാല പുരട്ടി അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ ഇച്ചിരി ചോറ് കഴിക്കാനെടുത്തു. അപ്പം കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, ഇച്ചിരി കോവയ്ക്ക മെഴുക്കുവരട്ടി എടുത്ത് ഇച്ചിരി സവാള. നിങ്ങൾ ആരെങ്കിലും ചോറിൻ്റെ കൂടെ കൊച്ചുള്ളിയോ സവാളയോ കഴിക്കുമോ? പക്ഷേ ഒരു സവാളയോ കൊച്ചുള്ളിയോ കഴിക്കുന്നത് അത് വളരെ നല്ലതാണെന്ന് ഞാനില്ല ഡോക്ടർ രാജേഷിൻ്റെ ഒരു വീഡിയോയിൽ ഒരു പ്രാവശ്യം കണ്ടേ. ഷുഗറുകാർക്കും നല്ലതാന്ന് ഈ സവാള ഒരെണ്ണം കഴിക്കുന്നത്. അപ്പം ഞാൻ ഈ മുട്ടക്കറിയുടെ ചാറൊന്നും എടുത്തില്ല, ഞാൻ അതിൽ നിന്ന് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അല്ലാതെ ചാറ് എനിക്കത്ര ഇഷ്ടമല്ല. അപ്പം സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, അത് കുറച്ചെടുത്ത് ഞാൻ ചൂടാക്കി. അപ്പോൾ ഇതിനെയും ചൂടാക്കിയത് ഇനി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന എങ്ങനെ, അതിനെയും വൈകുന്നേരം വരെ ഇത് വെളിയിലിരുന്ന പന്നലാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചങ്ങ് ഒഴിച്ചേക്കാന്നു. അതിലെ കഷ്ണങ്ങളൊന്നും ഇവരാരും അങ്ങനെ കഴിക്കത്തുള്ളൂ, കഷ്ണങ്ങളെല്ലാം നമ്മളല്ലേ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് വേവിക്കുന്നത്. അപ്പം കുറച്ചങ്ങ് മിക്സ് ആയിക്കോളുമല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ അന്ന് ഇവന് ഞാൻ ബിരിയാണിക്ക് ഇന്നലെ കൊടുക്കാൻ വെച്ചിരുന്ന ലെമണാൻഡേഡ്സ് ഞാൻ തിരിച്ച് വേറെ കുപ്പിയിലൊന്നും ഇട്ട് വെച്ചില്ല. ഇത് റേച്ച കൊണ്ടുവന്ന ടിഫിൻ ഡബ്ബയാണ്. അപ്പോൾ എനിക്കിത് കാലിയാക്കി എടുക്കണം. ഇതിപ്പം ഞാൻ ഇച്ചിരി എന്നാൽ എടുക്കാമെന്ന് വെച്ച്. എൻ്റെ പോളുമോനും ഇഷ്ടമാണ്. പ്രൈസിന് ചില സമയത്ത് ഇഷ്ടമാണ്, ചില സമയത്ത് ഇഷ്ടമല്ല. പ്രൈസിന് നെല്ലിക്ക ഡേറ്റ്സ് കൂടി ഇട്ടില്ലേ, അത് അവനിഷ്ടമാണ്. അവൻ്റെയൊക്കെ ഓരോ നാടകം കളിയാണ് ഇതൊക്കെ, ചുമ്മാ പറയുന്നത്. ചില സമയത്ത് നല്ലയെന്ന് പറയും, ചില സമയത്ത് പറയും വേണ്ടാന്ന് പറയും. അപ്പം ഞാൻ അതുകൂടെ ഒന്ന് എടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ വിനാഗിരിക്കകത്ത് നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന കാന്താരി ഉണ്ടല്ലേ, അതിങ്ങനെ ഉപ്പും വിനാഗിരിയും ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കാന്താരി എടുത്ത് ഞാൻ തിന്നും, എരിവൊന്നുമില്ല. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മീൻ വറുത്തത്. കാരണം അവൻ ഒരു 6:30 ആകുമ്പോൾ കൊച്ചു വരത്തില്ലേ, ആ സമയത്ത് അവന് വേണം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തുണിയൊക്കെ ഇടാനുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ ജോലികളുണ്ടായിരുന്നു. അപ്പം മുട്ട എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ പറയും ചട്ടിയിലിരുന്നങ്ങ് നന്നായിട്ടങ്ങ് കൊഴുത്ത്. ഇനി ഇതിപ്പം പോൾമോൻ്റെയും അവൻ്റെ പപ്പാടേയുമാണ്. മുട്ടക്കറി ഉണ്ടെങ്കിൽ പിന്നെ റീച്ചാൻ വന്ന് രാത്രി ചപ്പാത്തിയെ കഴിക്കത്തുള്ളൂ. റീച്ചാനും സാമ്പാറിനോടൊന്നും അത്ര താല്പര്യമില്ല. മോരുകറി, റീച്ചാനും ഏറ്റവും ഇഷ്ടം മോരുകറിയാണ്. പിന്നെ ഈ മീൻ വറുത്തതൊന്നും പുള്ളി കഴിക്കത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് പുള്ളിക്കും ഇഷ്ടം. അപ്പം പിന്നെ ഞാൻ മീനും കൂടെ ഒന്ന് വറക്കാനിട്ടിട്ടുണ്ടേ. മീൻ വറക്കുന്ന സ്മെല്ല് വരുമ്പം പ്രൈസം പറയുന്നത്, എന്ത് നല്ല മണം. അവന് കറിയോട് അത്ര താല്പര്യമില്ല. അവനും എല്ലാ പിള്ളേർക്കും ഇങ്ങനെ വറക്കുന്നതിനോടാണ് ഇഷ്ടം. ഇത് ഒത്തിരി ഓയിലില്ല കേട്ടോ. ഇതിങ്ങനെ വീഡിയോയിൽ കൂടെ ഞാനും ഇപ്പം നോക്കുന്നുണ്ട്, ഞാൻ ഇത്രയും ഓയിൽ ഒഴിച്ചോന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇത്രയൊന്നും ഓയിലില്ല. അതെന്താ അങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. പട. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.